أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا جناح عليهن في آبائهن ولا أبنائهن ولا إخوانهن ولا أبناء إخوانهن ولا أبناء أخواتهن ولا نسائهن ولا ما ملكت أيمانهن واتقين الله إن الله كان على كل شيء شهيدا. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു ഒത്തുചേരൽ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ ഇഹത്തിലും പരത്തിലും അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. സൂറത്തുൽ അഹ്സാബിൽ 54ഓളം ആയത്തുകൾ നമ്മൾ എന്ത് ചെയ്തു ഈ ഒരു പള്ളിയിൽ വെച്ച് വിശദീകരിക്കുകയുണ്ടായി. ഇന്ന് ഓതിയത് 55ഉം 56ഉം ആയത്തുകളാണ്. 50 മുതലുണ്ടായിരുന്ന ആയത്തുകൾക്കൊക്കെ കുറച്ച് ദൈർഘ്യമായിരുന്നു, കുറച്ച് നീളം കൂടിയ ആയത്തുകളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരെ സംബന്ധിച്ചുള്ള ചില വിധികളെ സംബന്ധിച്ചും വിശ്വാസി ലോകം അറിയേണ്ട ഒരുപാട് ശരീഅത്ത് നിയമങ്ങളെ സംബന്ധിച്ചുമാണ് അള്ളാഹു അതിലൊക്കെ ഉണർത്തിയത്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്ന് ഓതിയ 55ാമത്തെ ആയത്ത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം ആയത്തു ഹിജാബിനെയാണ് വിശദീകരിച്ചത്. മഹദിയായ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്യുകയും ആ വിവാഹ സദസ്സിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ അനസ് റളിയല്ലാഹു അൻഹു വഴി വിളിച്ചു വരുത്തുകയും വലീമ കൊടുക്കുകയും ചെയ്തു. അവിടെ കുറച്ച് ആളുകൾ പിരിഞ്ഞു പോകാതെ 3ഓളം വരുന്ന സ്വഹാബികൾ അവിടെ തന്നെ ഇരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരോട് പോകാൻ പറയാൻ മടി തോന്നുകയും ചെയ്തപ്പോൾ അള്ളാഹുവിന് മടിയില്ല ഹക്ക് പറയാൻ, അള്ളാഹു ഹക്ക് പറയുന്നതിൽ ലജ്ജിക്കാത്തവനാണ് എന്ന് പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില മര്യാദകളെ വിശ്വാസി ലോകത്തെ ഓർമ്മിപ്പിച്ചു. ആ ഹദീസ് റിവായത്ത് ചെയ്ത മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ആ ആയത്തിറങ്ങിയതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലുണ്ടായിരുന്ന എൻ്റെ സ്വാതന്ത്ര്യം എനിക്ക് നഷ്ടപ്പെട്ടു. നബിയുടെ കൂടെ 10 വർഷം അനസ് ഇബ്നു മാലിക്കിൻ്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കിയതാണ്. 10ാമത്തെ വയസ്സ് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുണ്ട്. 20 വയസ്സ് വരെ നബിക്ക് ഖിദ്മത്ത് ചെയ്തിരുന്നു എന്നാണ്, അഥവാ 10 വർഷക്കാലം നബിക്ക് ഖിദ്മത്ത് ചെയ്തു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് വന്നത് മുതൽ കുഞ്ഞു മകനെയും കൊണ്ട് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു നബിയുടെ അരികിൽ പോവുകയും പ്രാർത്ഥിക്കുകയും വേണ്ടി നബിനോട് ആവശ്യപ്പെട്ടു, പ്രാർത്ഥിക്കാൻ വേണ്ടി. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു. എന്താ റസൂലുള്ളാഹി പ്രാർത്ഥിച്ചത്? അല്ലാഹുവേ, സമ്പത്തിലും സന്താനങ്ങളിലും ഈ മകൻക്ക് നീ ബർക്കത്ത് നൽകണമെന്നാണ്. ബാറക്കല്ലാഹ് ഫി അംവാലിഹി വ ഔലാദിഹി. അനസ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന എത്രമാത്രം ശക്തമായിരുന്നു എന്നും നബിയുടെ പ്രാർത്ഥന എത്രമാത്രം അള്ളാഹുവിൻ്റെ അരികിൽ സ്വീകാര്യമായിരുന്നു എന്നും. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മരണപ്പെടുമ്പോൾ 100ലേറെ വർഷം ദുനിയാവിൽ ജീവിച്ചവനായിട്ടാണ്. 100ലേറെ വയസ്സ് ഉണ്ടായിരുന്നു എന്നാണ്. 100ലേറെ വയസ്സ് മാത്രമല്ല, മക്കളെ സംബന്ധിച്ചും പറഞ്ഞു 100ലേറെ മക്കളുണ്ട് എന്നാണ്. 100ലേറെ മക്കൾ എന്ന് പറഞ്ഞാൽ മക്കളും പേരമക്കളുമായിട്ട് ഏകദേശം 100ഓളം വരുന്ന സന്താനങ്ങൾ ആർക്കുണ്ടായിരുന്നു? അനസ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നതാണ്. ഇനി സമ്പത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ ബഹ്റൈൻ വരെ നീണ്ടു നിൽക്കുന്ന സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് വലിയ വലിയ തോട്ടങ്ങളുണ്ടായിരുന്നു എന്നാണ്. മാത്രവുമല്ല, അദ്ദേഹം ജീവിച്ചു പോന്നിരുന്ന നാട്ടിൽ അദ്ദേഹത്തിനായിട്ട് ചില തോട്ടങ്ങളുണ്ടായിരുന്നു. ആ തോട്ടങ്ങളുടെ പ്രത്യേകത ചില മുഫസ്സികൾ വ്യാഖ്യാനിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുടെ മഹത്വം മനസ്സിലാകുന്നത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ തോട്ടം വർഷത്തിൽ 2 തവണ കായ്ക്കാറുണ്ടായിരുന്നു.
ആ സമയത്ത് മറ്റുള്ളവരുടെ തോട്ടങ്ങളിൽ ഒരു തവണ മാത്രമേ വിളവെടുക്കാറുള്ളൂ. മാത്രമല്ല ആ തോട്ടത്തിൽ കടക്കുന്ന ആളുകൾക്കൊക്കെ ഒരു ആശ്വാസവും നല്ല പരിമളവും സുഗന്ധവും ലഭ്യമാകുന്ന തരത്തിൽ കായ്കനികൾ പുഷ്പിച്ച് നിൽക്കാറുണ്ടായിരുന്നുവെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയായിരിക്കാം. അത് പ്രാർത്ഥന തന്നെയാണ് എന്നാണ് വിശ്വാസികൾ എന്ത് ചെയ്യുന്നത്, വിശ്വസിക്കുന്നത്. പക്ഷേ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, 10 കൊല്ലം നബിൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ എനിക്ക് ഭയങ്കര ഫ്രീഡായിരുന്നു. ഉമ്മമാരാണ് അല്ലേ, ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്. പക്ഷേ ഹിജാബിൻ്റെ ആയത്തിറങ്ങിയതോടുകൂടി അവിടെ ചില നിയന്ത്രണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തി. അപ്പോൾ ആ നിയന്ത്രണങ്ങൾ വിശ്വാസി ലോകത്തിന് മാത്രമല്ല, ഇവരുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് വരെ ചില സംശയങ്ങൾക്കിടയായി. അള്ളാഹ് അടുത്ത ആയത്തിറക്കാനുള്ള പശ്ചാത്തലം അതാണ്, ഓതിയ ആയത്തതാണ്. ലാ ജുനാഹ അലൈഹിന്ന ഫി ആബാഇഹിൻ വലാ അബ്നാഇഹിന്ന വലാ ഇഖ്വാനിഹിന്ന വലാ അബ്നാഇ ഇഖ്വാനിഹിന്ന വലാ അബ്നാഇ അഖവാതിഹിന്ന വലാ നിസാഇഹിന്ന വലാ മാ മലക്കത് ഐമാനുഹുൻ. അള്ളാഹു കുറച്ച് വിഭാഗം ആളുകളോട് ഓർമ്മിപ്പിക്കാൻ, ഹിജാബ് ആരിൽ നിന്നൊക്കെയാണ് ഒരു സ്ത്രീ ഹിജാബിനെ സ്വീകരിക്കേണ്ടതെന്നാണ്. എന്നാൽ ഈ പറയപ്പെട്ട ആളുകളോട് എന്ത് ചെയ്യേണ്ടതില്ല, അവൾക്ക് ഹിജാബ് നിയമം ബാധകമല്ല. അല്ലാത്ത സമയത്ത് അവൾക്ക് ഹിജാബിൻ്റെ നിയമം ബാധകമാണ്. സംസാരത്തിലാകട്ടെ, നോട്ടങ്ങളിലാവട്ടെ, അല്ലെ ആളുകളോടുള്ള ഇടപെടലുകളിലാവട്ടെ ഒരു മറയ അവർ കാത്തു സൂക്ഷിക്കേണ്ടവളാണ് ഒരു സത്യവിശ്വാസി. അതവരെ പ്രയാസപ്പെടുത്താനല്ല, നേരെ മറിച്ച് അത് അവരുടെ സുരക്ഷിതത്വത്തെയും അതവരുടെ വിശുദ്ധിയെയും അള്ളാഹു കണക്കിലെടുത്തിട്ടാണ്. ആധുനിക ലോകത്തെ വലിയ വിചക്ഷണന്മാരും പ്രബുദ്ധന്മാരായ ആളുകളും സ്ത്രീ സൗന്ദര്യത്തെ ചൂഷണം ചെയ്യുന്നവരാണ് അല്ലേ. പലപ്പോഴും അവരുടെ വസ്ത്രധാരണ മേഖലകളിലൊക്കെ ചൂഷണങ്ങളാണ്. ഒരു കമ്പോള വസ്തുവായിട്ട് സ്ത്രീയെ, അത് സ്ത്രീയുടെ മാനം കടിച്ചലാണ്. അവളുടെ വ്യക്തിത്വത്തെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ആദരിക്കപ്പെടുന്നില്ല. നേരെ മറിച്ച് വിശുദ്ധ ഖുർആനിൽ അവളുടെ വ്യക്തിത്വത്തെയും അവളുടെ വിശ്വാസത്തെയും അവളുടെ എല്ലാത്തിനെയും അള്ളാഹു വളരെ പവിത്രമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അള്ളാഹു കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് നബി പത്നിമാരോട് വീടിൻ്റെ ഉള്ളിൽ ഒരു മറ സ്വീകരിക്കണമെന്നും ആളുകൾ സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഒരു മറക്ക് പിന്നിൽ നിന്ന് നിങ്ങൾ സംസാരിക്കണമെന്നുള്ള ആയത്തുകൾ കടന്നു വന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയാറുണ്ടായിരുന്നു, നബിയെ അങ്ങയുടെ പത്നിമാരുടെ അരികൾ എല്ലാ ആളുകളും വരാറുണ്ട്, എല്ലാ തരത്തിലുള്ള ആളുകളും വന്ന് പലതും ചോദിക്കാറുണ്ടല്ലോ, അവർക്കൊക്കെ ഒരു മറ നിശ്ചയിച്ചു കൊടുത്തിരുന്നെങ്കിൽ. റസൂലുള്ള മറ നിശ്ചയിച്ചില്ല. നിശ്ചയിച്ചത് ആരാണ്? അള്ളാഹുവാൻ. സ്വന്തമായൊരു നിയമമുണ്ടാക്കാൻ അള്ളാഹിൻ്റെ റസൂലിന് അവകാശമില്ല. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ സംസാരിക്കുക എന്നുള്ളതിനും ഈ സംഭവം തെളിവാണ്. നബിയാണ്. നബിയുടെ നുബുവത്തിനെ നബി സ്വന്തമായിട്ട് കൊണ്ടുവന്നതല്ല ദീന്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്നാണ് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിലൂടെ നമുക്കത് മനസ്സിലാകുന്നത്. അപ്പോൾ റബ്ബ് പറയാം, ലാ ജുനാഹ അലൈഹിന്ന, അവരുടെ മേൽ കുറ്റമില്ല. അലൈഹിന്ന എന്ന് പറഞ്ഞാൽ അവൾമാർ എന്ന് പറഞ്ഞാൽ ആരോ ഉദ്ദേശം? നബി പത്നിമാരാണല്ലേ. ഈ ആയതിന് മുന്നുള്ള ആയത്തിൽ നമ്മൾ ഓതിയില്ലേ, അവിടെ നോക്കി 53-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു ലാ തദ്ഖുലൂ ബുയൂതൻ നബി എന്ന് പറഞ്ഞില്ലേ. നബിയുടെ വീടുകളിലേക്ക് മുഅ്മിനീങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യരുത്, പ്രവേശിക്കരുത് എന്ന് പറഞ്ഞില്ലേ. വലൈക്കും അസ്സലാം. അവിടെ നബിയുടെ വീടുകളിലുള്ളത് ആരാണ്? നബിയുടെ പത്നിമാരാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്. പിന്നെ ഉണ്ടാവൽ ആരായിരിക്കും? നബിയുടെ പൊമ്മക്കളായിരിക്കും, ആൺകുട്ടികളില്ല. നബിൻ്റെ വീട്ടിൽ സ്ത്രീകളാണ്, സ്ത്രീജനങ്ങളാണ്. അത് ആയിഷ ബീവി ആണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അല്ലേ, 9ഓളം പത്നിമാർ എന്ത് ചെയ്തിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സമയത്തുണ്ടായിരുന്നു. മരണപ്പെട്ടത് ആര് മാത്രമാണ്? 2 ആൾക്കാർ മാത്രമാണ്, ഖദീജ ബീവിയും പിന്നെ മരണപ്പെട്ടതായിരുന്നു നമ്മളൊരു സൈനബ് റളിയല്ലാഹു അൻഹൻ്റെ, സൈനബ് ബിൻത്ത് ജഹ്ഷ് അല്ല, സൈനബ് ബിൻത്ത് ഖുസൈമ എന്ന് പറഞ്ഞ ഒരുവരുമായിരുന്നു മരണപ്പെട്ടിരുന്നത്. നബിൻ്റെ കാരണം അവരെ യുദ്ധത്തിൽ നിന്ന് ഇതായിട്ട് കിട്ടിയപ്പോൾ റസൂലുള്ള വിവാഹം കഴിക്കുകയും 6 മാസം 7 മാസം കഴിഞ്ഞ് അവരെന്ത് ചെയ്യും, മരണപ്പെടുകയും ചെയ്തു എന്നാൽ. പിന്നെ നിലവിലുണ്ടായിരുന്നത് 9 ഈ 9ഓളം സ്ത്രീകളാണ് നബിൻ്റെ വീട്ടിൽ. ഇപ്പോൾ ഹിജറ പോരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് ഹിജറ പോരുന്ന സമയത്ത് നബിൻ്റെ വീട്ടിൽ ആരുണ്ടാകുക? അന്ന് ഇത്രയും പത്നിമാർ. നബിക്ക് ഈ പത്നിമാർ വന്നത് എപ്പോഴാണ്? നമ്മൾ ആ ചരിത്രം പറഞ്ഞു. ഖദീജ ബീവി മരണപ്പെട്ടതിന് ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ മറ്റു വിവാഹങ്ങൾ ചെയ്തതൊക്കെ. ഖദീജ ബീവി മരണപ്പെട്ടതിന് ശേഷം റസൂലുള്ളാഹി ആദ്യം വിവാഹം കഴിച്ചത് സൗദ ബിൻത്ത് സംആ റളിയല്ലാഹു അൻഹയാണ്. പിന്നെ ഹിജ്റൻ്റെ തൊട്ട് മുന്നേ ആയിഷ ബീവിനെ വിവാഹം കഴിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. ഇമാം ബുഖാരി ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഹിജ്റക്ക് മുമ്പാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്നെ വിവാഹം ചെയ്തത്. അന്ന് ഞാൻ 6 വയസ്സ് പ്രായമുള്ളവളായിരുന്നു. പിന്നെ 9 വയസ്സായപ്പോൾ വീട് കൂടിയെന്നും ആയിഷ ബീവി പറഞ്ഞു എന്നാണ് ഇമാം ബുഖാരി ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ അത് കാണാം. അപ്പോൾ ഹിജ്റക്ക് പോകുന്ന സമയത്ത് നബിൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നത് ഇവർ 2 പേരായിരിക്കണം. ഒന്ന് സൗദ റളിയല്ലാഹു അൻഹയും ആയിഷ ബീവിയും. പിന്നെ ഉണ്ടാകുന്ന സ്ത്രീകൾ ആരാണ്? നബിയുടെ മക്കളാണ്. നമ്മൾ പഠിച്ച റുഖയ്യ, ഉമ്മു കുൽസൂം, ഫാത്തിമ, പിന്നെ ആരാണ് ഒരാൾ മറന്നുപോയാ? റുഖയ്യ, ഉമ്മു കുൽസൂം, ഫാത്തിമ, ഒരാളും കൂടി ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് റളിയല്ലാഹു അൻഹ, നബിക്കൊരു മകളാണ്. പിന്നെ
നബിയുടെ ആൺമക്കളൊക്കെ മരണപ്പെട്ടും ചെയ്തു. അബൂജഹലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കുറച്ചൊരു മാന്യന്മാരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ വീടിനെ അവരിങ്ങനെ വളഞ്ഞു. നബി ഹിജ്റ പോരാൻ നേരത്ത് ആ ചരിത്രത്തിൽ അത് കാണാം. വീട് വളഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ വീട്ടിൽ കയറിയിട്ട് ഇവർ ആക്രമിച്ചില്ല. നബി വരുന്നവരെ കാത്തിരിക്കല. അലി റളിയല്ലാഹു അൻഹുവിനെ കട്ടിലിൽ കടത്തി എന്നുള്ള ചരിത്രം നമുക്കറിയാം. കാരണം അലി ആരെ പോലെയാണ്? റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ പോലെയാണ്. കാണാനും ഇതിനൊക്കെ ഒരു രൂപം ആരുടേതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോലെയാണ്. പിതൃവിൻ്റെ മോനാൻ, എളാപ്പി മുത്താമി മക്കളൊക്കെ ഏകദേശം ഒരു സാമ്യത ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അലി റളിയല്ലാഹു അൻഹുവിനെ കട്ടിലിൽ കടത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുന്ന ചരിത്രം നമ്മൾ കേട്ടതാണ്. കട്ടിലിൽ ഇങ്ങനെ നോക്കുകയാണ്. നബിയാന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്തിട്ടില്ല? അവിടെ ആക്രമിക്കാൻ തുനിഞ്ഞിട്ടില്ല. പുറത്തിറങ്ങട്ടെന്ന്. അബൂജഹലിനെ പിൽക്കാലത്ത് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ആ നാട്ടിലുള്ള ആളുകൾ അബൂജഹലിനെ വിമർശിച്ചു. എന്തേ വീടിൻ്റെ അകത്ത് കയറി നിങ്ങൾ മുഹമ്മദിനെ തൊടാഞ്ഞത്? നിങ്ങൾ മുഹമ്മദിനെ കൊല്ലാൻ വേണ്ടി നിൽക്കണമെങ്കിൽ വീടിൻ്റെ അകത്ത് കയറി നിങ്ങൾക്ക് വകവരുത്താമായിരുന്നല്ലോ, എന്തിനാ പുറത്തേക്ക് വരാൻ വേണ്ടി കാത്തിരുന്നത്? അബൂജഹൽ പറഞ്ഞ മറുപടി ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മറുപടിയാണ്. ശത്രുക്കളാണ്, ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ് അവിശ്വാസികൾ. പക്ഷെ അവർക്കൊരു മാന്യത ഉണ്ടായിരുന്നു, ഇന്നത്തെ ജനങ്ങൾക്കില്ലാത്ത മാന്യത. അതെന്താണ്? വീടിൻ്റെ അകത്ത് കയറിയിട്ട് മുഹമ്മദിൻ്റെ പെൺകുട്ടികളെ ഞങ്ങൾ വഷളാക്കി, പെൺകുട്ടികളെ ഞങ്ങൾ ആക്രമിച്ചു എന്ന് പറയുന്ന ഒരു പേര്, ചീത്ത പേര് വരാൻ ഞങ്ങളെന്തല്ല ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ വീട്ടിൽ കയറി നബിനെ വലിച്ചിടുകയാണെങ്കിൽ ആൾക്കാർ പറയലെന്താ, ആ പെൺകുട്ടികൾ മാത്രമല്ല വീട്ടിൽ കയറിയിട്ടാണ് അബൂജഹലൻ ചെയ്തത്, ഈ പരിപാടി മുഴുവൻ ചെയ്തത് എന്ന് പറയുമ്പോൾ അത് പോരാത്തരാൻ. അന്ന് ജാഹിലിയൻ കാലഘട്ടത്തിലുള്ള അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇങ്ങനത്തെ അക്രമങ്ങളിൽ അവരെന്ത് ചെയ്തില്ല. ഇത് ഏത് ഈ നൂറ്റാണ്ടിൽ 1400 വർഷത്തെ ഇബ്നു ഹസമിനെ പോലുള്ള ചരിത്രകാരന്മാർ പറയാണ്, അന്നത്തെ മാന്യത ഇന്നത്തെ പല ആളുകൾക്കുമില്ല, സ്ത്രീകളോടുള്ള പെരുമാറ്റങ്ങളിൽ ഇന്നത്തെ പല ആളുകൾക്കുമില്ല എന്ന് പറയാൻ. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലുള്ളത് സ്ത്രീജനങ്ങളാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇതുപോലത്തെ ആയത്തുകൾ അള്ളാഹു അവതരിപ്പിച്ചത്. നബി പത്നിമാരുടെ സുരക്ഷിതത്വം, വിശ്വാസിനികളുടെ സുരക്ഷിതത്വം, അവരുടെ വിശുദ്ധി അത് നിലനിൽക്കാൻ. പക്ഷേ ഈ ഒരു മറ സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ നബിൻ്റെ അടുത്തേക്ക് കുറച്ച് വാപ്പാർ വന്നു. ആര് വാപ്പാർ? ഈ നബിയുടെ പത്നിമാരെ. ഹഫ്സ ബീവിൻ്റെ ഒപ്പയാണ് ആര്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആയിഷ ബീവിൻ്റെ ഒപ്പയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇവർ രണ്ടുപേരും നബിൻ്റെ അടുത്ത് വന്ന് പറയാം, അല്ല ഈ ആയത്തിറങ്ങിയല്ലോ, ഞങ്ങൾ എന്താ ചെയ്യുക? ഞങ്ങൾക്ക് ഞങ്ങളെ കുട്ടികളെ കാണണ്ടേ? അവർ മറ സ്വീകരിച്ച് അവിടെ ഇരിക്കോ? ഞങ്ങൾക്ക് അവരോട് നോക്കുന്നതും സംസാരിക്കുന്നതും പ്രശ്നമാണോ? അപ്പം ആയത്തിറക്കിയതാണ് ഈ ആയത്ത്. നമ്മൾ നോദിയ 55-ാമത്തെ ആയത്ത്. റബ്ബ് പറയുന്നു, ലാ ജുനാഹ അലൈഹിന്ന, അവരുടെ മേൽ കുഴപ്പമില്ല. ജുനാഹ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കുറ്റം. ലാ ജുനാഹ്, കുറ്റമില്ല. അതായത് നബി പത്നിമാർക്ക് ഈ ഒരു മറ സ്വീകരിക്കാതിരുന്നാൽ കുറ്റമില്ല. ആരുടെ മേൽ? ഫി ആബാഇഹിന്ന, അവൾമാരുടെ പിതാക്കന്മാരുടെ മേൽ. അബുൻ ജം ആണ് ആബാ. പിതാക്കന്മാരുടെ മേൽ അവർ എന്ത് ചെയ്യേണ്ടതില്ല? ഈ മറ സ്വീകരിക്കണ്ട. ഈ നേരത്തെ പറഞ്ഞ ഹിജാബ് ബാപ്പാരടുത്ത് എന്ത് ചെയ്യണ്ട? അവർ സ്വീകരിക്കണ്ട. ബാപ്പമാർ എന്ന് പറയുമ്പോൾ ആ ഒരു വാക്കിനെ ചില മുഫസ്സിറുകൾ വ്യാഖ്യാനിക്കുമ്പോൾ ഉപ്പയുടെ സ്ഥാനമാണ് ആർക്കുള്ളത്? പിതൃവ്യനുണ്ടാവുക. അതുപോലെ തന്നെ അമ്മാവന്മാർ എന്ന് പറഞ്ഞാൽ കണ്ണൂർക്കാർക്ക് ചിലപ്പോൾ വേറെ അമ്മാവന്മാരായിരിക്കും ഉണ്ടാവുക. അമ്മാവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ ഉമ്മയുടെ സഹോദരനാണ്. ഉമ്മയുടെ സഹോദരനും പിതൃവിൻ്റെ സഹോദരന്മാർക്കും ഉപ്പയുടെ സ്ഥാനമാണ് എന്ത് ചെയ്യുന്നത്? ഇസ്ലാം പലപ്പോഴും കണക്കാക്കുന്നത്. അതുകൊണ്ട് ആ ആബായിൽ, അതുകൊണ്ട് ബാപ്പമാർ എന്ന് പറയുമ്പോൾ അവരതിൽ ഉൾപ്പെടും. പിന്നെ ബാപ്പമാർ എന്ന് പറയാൻ നബിക്ക് 9 പത്നിമാർ, അവരുടെ പിതാക്കന്മാർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യേണ്ടതില്ല? ഇവരുടെ മേൽ വരുന്നതിൽ കുഴപ്പമില്ല. ഇവരൊരിക്കലും അവിടെ മറ സ്വീകരിക്കേണ്ടതില്ല എന്ന് പറയാൻ. വല അബ്നാഇഹിൻ, ഇനി ഹിജാബ് സ്വീകരിക്കാത്ത ആൾക്കാർ ഇനി ആരാണ്? വല അബ്ന, എന്താ അബ്ന? ഇബ്നുൻ ജംഉ അബ്ന, ഇബ്ൻ മകൻ, അബ്ന ആൺമക്കൾ അല്ലേ? ആൺകുട്ടികളുടെ അടുത്ത്, അവൾമാരുടെ ആൺകുട്ടികളുടെ അടുത്ത് ഈ ഹിജാബിൻ്റെ ആവശ്യം ആർക്കില്ല? സ്ത്രീ ജനങ്ങൾക്കില്ല. വല ഇഖ്വാനിഹിൻ, സഹോദരന്മാർ. ശരിക്കും നമ്മൾ പറയില്ലേ, ഇന്നത്തെ കുട്ടികളൊക്കെ പറയും കസിനാണ്. ഒരു മിക്സ്ഡ് ജനറേഷൻ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക സമൂഹത്തിലൊക്കെ. ആണും പെണ്ണും ഒരുപോലെ തോളത്ത് കൈയിട്ടും ഇളകിയും ഇഴുകിച്ചേർന്ന ബന്ധങ്ങളിലേക്ക് ഇന്നത്തെ മുസ്ലിം സമൂഹം പോകുമ്പോൾ നമ്മളെ മക്കൾ അള്ളാഹുവിൻ്റെ ഈ ആയത്ത് കൽപ്പിച്ചു കൊടുക്കണം. ആരിൽ നിന്നൊക്കെ ഒരു മറ സ്വീകരിക്കണം? ഒരു ഒളിയും മറയും ഒരു പെണ്ണാണ്, ഒരു പുരുഷനാണ് എന്നുള്ള നിലക്ക്, അന്യപുരുഷൻ അന്യ സ്ത്രീ എന്നുള്ള നിലക്ക് സ്വീകരിക്കേണ്ട ബാധ്യതയാണ്. പിതാക്കന്മാരെടുത്ത് വേണ്ട, ആൺകുട്ടികളുടെ അടുത്ത് വേണ്ട. പിന്നെ ഇഖ്വാൻ, ശരിക്ക് എന്താ അഖുൻ ജം ഇഖ്വാൻ, അഖുൻ ജം ഇഖ്വാൻ എന്നും പറയും, ഇഖ്വത്ത് എന്നും പറയാറുണ്ട്. ഇവിടെ ഇഖ്വാൻ എന്നാണ് വാക്ക്. സഹോദരന്മാർ, ഉമ്മയും ഉപ്പയും ഒക്കെ ഉള്ള ഒരേ നമ്മുടെ രക്തബന്ധമുള്ള സഹോദരന്മാർ. ഇനി അടുത്തത് വല അബ്നാ ഇഖ്വാനിഹിൻ. എന്താ അബ്നാ? നമ്മൾ നേരത്തെ പറഞ്ഞ ഇബ്നുൻ ജം ആണ് അബ്ന. ഈ ആരുടെ അബ്ന? ഇഖ്വാനിഹിൻ, സഹോദരന്മാരുടെ ആൺകുട്ടികളുണ്ടോ?
അവിടെയും മറൻ്റെ ആവശ്യമില്ല. ഏറ്റവും നല്ല സഹോദരപുത്രന്മാർ, അപ്പോൾ നമ്മളറിയില്ല അമ്മോൻ്റെ മക്കളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുഴപ്പമില്ല. എളാപ്പ മുത്താപ്പ, എളാപ്പയും മുത്താപ്പിൻ, അതിൽ ഇനി അമ്മാവന്മാർ, അവരുടെ ആൺമക്കളുണ്ടോ, അവിടെ ഹിജാബ് ആർക്ക് വേണ്ട? നബി പത്നിമാരെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്വീകരിക്കേണ്ട എന്നാണ് അള്ളാഹ് പറയുന്നത്. ഇനി ഈ ഹിജാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കല്ല എന്ന് കരുതി ഔറത്ത് കാണിച്ചിറക്കണം എന്നാണ്, അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരു സ്ത്രീക്ക് ഏതൊക്കെ പുറത്ത് കാണിക്കുക. സീനത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലങ്കാരത്തോടു കൂടി അവരെന്ത് ചെയ്യാൻ പാടില്ല, മറ്റുള്ള അന്യപുരുഷന്മാരോട് അടിക്കാൻ പാടില്ല. പക്ഷേ നേരെ മറിച്ച് അവർക്ക് കാണിക്കേണ്ട ഭാഗങ്ങൾ പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു ഈ 2 ഭാഗങ്ങൾ ഒഴികെ എന്ന് പറഞ്ഞിട്ടൊരു ഹദീസ് കാണാം, മുൻകൈയും മുഖവും ഒഴിച്ച് എന്നുള്ള അർത്ഥം കാണാം. എന്നൊരു ഔറത്ത് ഇവരുടെ ഭാഗത്ത് ഔറത്ത് വെളിവാക്കാം എന്നല്ല ഉദ്ദേശം. ഹിജാബ് എന്ന സംഗതി എന്ത് ചെയ്യേണ്ടതില്ല, ഇവരുടെ അരികിൽ ആചരിക്കേണ്ടതില്ല എന്നാണ്. അപ്പോൾ ആ ഒരു ഭാഗം ഇനി വല അബ്നായി അഖ്വാത്തിഹിന്ന, ഇനി അടുത്ത ആൺകുട്ടികൾ, ഒരു സഹോദരന്മാരുടെ ആൺകുട്ടികൾ. ഇനി അടുത്തത് അഖ്വാത്തുകളുടെ ആൺകുട്ടികൾ. അഖ്വാത്ത് സഹോദരിമാർ. ഇഖ്വ എന്ന് പറഞ്ഞാൽ ശരിക്ക് സഹോദരന്മാർക്ക് പറയുന്നത് അഖവാത്ത് എന്നാണ്. ഉഖ്തുൻ ജംആണ് അഖവാത്ത്, സഹോദരിമാർ. ഇവരുടെ സഹോദരിമാരുടെ ആൺകുട്ടികളെടുത്ത് ഹിജാബ് വേണ്ട. ഇനി വലാ നിസാഇഹിന്ന, അവൾമാരുടെ സ്ത്രീകൾ എന്നാണ്. അതെന്താ സംഭവം, ഒരു പ്രത്യേകതയാണ്. നിസാ എന്ന് പറഞ്ഞ സ്ത്രീകൾ എന്നാണ്, മുസ്ലിമീങ്ങളായ സ്ത്രീകൾ എന്നാണ് ചില മുഫസ്സിറുകൾ അതിനർത്ഥം പറഞ്ഞത്. മുസ്ലിമീങ്ങളായ സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യേണ്ടതില്ല, ഹിജാബ് വേണ്ട. നേരെ മറിച്ച് ആ മുസ്ലിമീങ്ങളായ സ്ത്രീകളിൽ നിന്ന് ഹിജാബ് വേണമെന്ന് ചില മുഫസ്സിറുകൾ അതിനെ വ്യാഖ്യാനിക്കുന്നു. ആ പറഞ്ഞതിൻ്റെ പൊരുൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്ത്രീകൾ പൊതുവെ ആയിരിക്കുന്ന സമയത്ത് അവരുടെ മുടിയും ഇതൊന്നും പറയുന്നത് എന്തല്ല, മുസ്ലിമീങ്ങളാണെങ്കിൽ പ്രശ്നമല്ല. പക്ഷെ അമുസ്ലിമീങ്ങളാണെങ്കിൽ അവരെന്ത് ചെയ്യട്ടെ, അവരുടെ ഭാഗങ്ങളെ സംരക്ഷിച്ച് പോരട്ടെ എന്നാണ് ചില ഫുഖഹാക്കളും ചില മുഫസ്സിറുകളും ഈ ആയത്തിനെ വ്യാഖ്യാനിക്കുന്നത്. ഇതിൻ്റെ ശരിക്ക് വിശദീകരണം നമുക്ക് സൂറത്ത് നൂറിലെ 31-ാമത്തെ ആയത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഖുൽ, നബിയെ പറയണം, ലിൽ മുഅ്മിനാത്തി, സത്യവിശ്വാസിനികളോട് പറയണം. നമ്മളെ ഭാര്യമാരോട്, നമ്മളെ മക്കളോട്, നമ്മളെ ഉമ്മമാരോട് ഒക്കെ പറയാനാണ്. എന്താ പറയേണ്ടത്? യഗ്ളുൽന മിൻ അബ്സാരിഹിൻ, അവൾമാർ അവരുടെ കണ്ണുകളെ താഴ്ത്തട്ടെ. ഹിജാബിൻ്റെ മറ്റൊരു ആയത്താണിത്. കണ്ണ് താഴ്ത്തുക എന്നുള്ളതൊരു ഹിജാബാണ്, അറിയണല്ലേ. അന്യപുരുഷന്മാരെ സ്ത്രീകൾക്കും നോക്കാൻ അവകാശമില്ല, വെറുതെ നോക്കുക. അനാവശ്യമായ നോട്ടങ്ങളാണ് ഇവിടെ ഉദ്ദേശം, ഹറാമിലേക്ക് എത്തിക്കുന്ന നോട്ടങ്ങൾ. അവരോട് കണ്ണുകൾ താഴ്ത്താൻ വേണ്ടി പറയാം. വയഹ്ഫൾന ഫുറൂജഹൻ, അവരുടെ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കാൻ പറയാം. യഹ്ഫൾന ഫുറൂജഹുന്ന, അവരുടെ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പറയാം. വലാ യുബ്ദീന സീനത്തഹുന്ന, അവൾമാർ അവരുടെ സീനത്തുകളെ വെളിവാക്കരുത്. സീനത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യ പ്രകടനം എന്നർത്ഥം. ഇല്ലാ മാ ളഹറ മിൻഹ, എന്താണ് പരോക്ഷമായ ചില ഭാഗങ്ങളൊഴികെ, പുറത്ത് കാണിക്കാൻ പറ്റുന്ന ചില ഭാഗങ്ങൾ ഏതാണ്, മുഖവും എന്നാണ് ചില മുഫസ്സിറുകൾ അതിനെ വ്യാഖ്യാനിച്ചത്. ബാക്കിയുള്ള ജീനത്തെ ആരുടെ അടുത്ത് പ്രദർശിപ്പിക്കാൻ പറ്റുള്ളൂ? ഭർത്താവിൻ്റെ അടുത്ത് മാത്രമാണ് ഒരു സ്ത്രീക്ക് അവകാശമുള്ളൂ. ഇന്നോ സൗന്ദര്യ പ്രകടനം മുഴുവൻ സോഷ്യൽ മീഡിയയിലാണ്. പണ്ട് കാലങ്ങളിൽ സൗന്ദര്യ പ്രകടനം മുഴുവൻ അങ്ങാടിയിലേന്നോ. വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊല, റബ്ബ് പറയുന്നു, ഈ സൗന്ദര്യ പ്രകടനം ജാഹിലിയ്യ കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ കാണിക്കുന്നത് പോലെ നിങ്ങളെന്ത് ചെയ്യരുത്, അങ്ങനെ പ്രകടനം കാട്ടി നടക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ മുസ്ലിം സമൂഹത്തിലെ മുസ്ലിം ഉമ്മത്തിലെ സ്ത്രീ ജനങ്ങളെയാണ് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യേണ്ടത്, ഓർമ്മിപ്പിക്കേണ്ടത്. പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയുള്ളൂ. സ്വീകരിക്കേണ്ടത് അവരാൻ. അലൈന ഇല്ലൽ ബലാഗുൽ. മക്കളെ വളർത്തുമ്പോൾ നല്ല രൂപത്തിൽ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളിലൂടെ ഇസ്ലാമികമായ അന്തരീക്ഷത്തിൽ വളർത്താനും ഉള്ള ശ്രമം നടത്തുക, പ്രവർത്തിക്കുക, അതിലേറെ പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനി ഇവിടെ നോക്കി, അവിടെ ജീനത്തിന് അവരെന്ത് ചെയ്യരുത്, ഒളിവാക്കരുത്, പ്രകടമാകുന്ന ഭാഗങ്ങളെ അല്ലാതെ. എന്നിട്ട് അപ്പോൾ പറഞ്ഞു, ആരൊക്കെ? വല്യറിബിൻ ബി ഹുമുരിൻ, അവരുടെ മുഖമക്കനകളെ താഴ്ത്തിയിടട്ടെ. ഹിമാർ എന്ന് പറയും മക്കന, അല്ലേ, തല മറക്കട്ടെ എന്നാണ് ഉദ്ദേശം. തല മറക്കട്ടെ. ഇന്നിപ്പോൾ തല എങ്ങനെ തുറക്കാൻ പറ്റും എന്നാണ് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ മുഖമക്കനുകൾ എന്ത് ചെയ്യട്ടെ, താഴ്ത്തിയിടട്ടെ, അവരുടെ മാറുകളിലേക്ക് അതിനെ താഴ്ത്തിയിടട്ടെ എന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ സൂറത്തിൽ തന്നെ, ഈ സൂറത്ത് അഹ്സാബിൽ തന്നെ നമ്മളതിൻ്റെ ബാക്കി ഭാഗമല്ലോ ജിൽബാബിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ പറയാൻ അലാ ജുയൂബിൻ, അവരുടെ ജൈബുകളിലേക്ക്, മാറുകളിലേക്ക് അവരുടെ ഹുമ്റുകൾ താഴ്ത്തിയിടട്ടെ. പണ്ടൊക്കെ കാലഘട്ടത്തിൽ അവരുടെ തലമറിച്ചിരുന്നത് ഈ കഴുത്തും കാണുന്ന രൂപത്തിലായിരുന്നു ഞാൻ. പക്ഷേ ഈ ആയത്തിറങ്ങിയതോടുകൂടി എന്തായി, അവരുടെ മാറുകളിലേക്ക് അവരുടെ ഹിമാറുകൾ, ഹിമാർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഹമ്ര എന്നറിയില്ലേ, കള്ളിനാണ് ഹമ്ര എന്നറിയാം. എന്തിനാ? ബുദ്ധിയെ മറക്കുന്നതാണ് ഹമ്ര. ഇത് തലയെ മറക്കുന്നതാണ് ഹിമാർ. തലമുടിയെ മറിച്ച് കളയുന്നതാണ് ഹിമാർ. അതിന് ഹുമർ എന്നുള്ള രൂപത്തിൽ അതിനെ ഉപയോഗിച്ച്, അതിൻ്റെ ജംആണ് ഹുമർ. അവർ താഴ്ത്തിയിടട്ടെ. ഇനി വലാ യുബ്ദീന സീനത്തഹുന്ന, അവരവരുടെ സൗന്ദര്യത്തെ പ്രകടമാക്കരുത്. ആർക്കല്ലാതെ? ഇല്ലാ ലിബുഊലതിഹിന്ന, അവൾമാരുടെ ഭർത്താക്കന്മാർ. ബുഊലത്ത് എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാരടുത്ത്. ഇനി ഔ ആബാഇഹിന്ന,
പിതാക്കന്മാർ പിതാക്കന്മാരടുത്ത് ആവർത്തി കാണിക്കണമെന്നല്ല, നേരെ മറിച്ച് തലമുടിയും മറ്റു ചില ഭാഗങ്ങൾ അഥവാ സൗന്ദര്യ പ്രകടനം ഒരിക്കലും പുറത്തു പാടില്ല. വീടിൻ്റെ അകങ്ങളിൽ ബാപ്പമാരെ സംബന്ധിച്ചിടത്തോളം എന്തില്ല, ഇവർക്ക് പ്രശ്നമല്ല, ആ മറയെ സ്വീകരിക്കേണ്ടതില്ല. അവിടെ ഈ റബ്ബ് പറഞ്ഞു പോയി ഇങ്ങനെ ഔ ആബാഇ ബുഊലതിഹിന്ന ഔ ഇബ്നാഇഹിന്ന ഔ ഇബ്നാഇ ബുഊലതിഹിന്ന ഔ ഇഖ്വാനിഹിന്ന ഔ ബനി ഇഖ്വാനിഹിന്ന ഔ ബനി അഖ്വാതിഹിന്ന ഔ നിസാഇഹിന്ന. അവിടെ നിന്നാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. നിസാഇഹിന്ന എന്നാണില്ലേ, അവരുടെ സ്ത്രീകൾ. സ്ത്രീ സമൂഹത്തിൽ ഒരു സ്ത്രീക്ക് എന്ത് ചെയ്യേണ്ടതില്ല, ഹിജാബിനെ സ്വീകരിക്കേണ്ടതില്ല. സ്ത്രീ സമൂഹത്തിൽ ചില മുഫസ്സിറുകൾ അതിന് പറഞ്ഞത് മുസ്ലിം സ്ത്രീകളുടെ അരികിലാണ് എന്ന് പറഞ്ഞു. പക്ഷേ മൊത്തത്തിൽ സ്ത്രീകളുടെ അരികിൽ എന്ത് ചെയ്യണം, അതെന്താണെന്ന് വെച്ചാൽ മുസ്ലിം സ്ത്രീകൾ എന്ന് പറയാനുള്ള കാരണം വിശ്വാസത്തെ കണക്കിലെടുത്തിട്ടാണ്. ചില സ്ത്രീകളെ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റൂല, വിശ്വസിക്കാൻ പറ്റൂല. മുസ്ലിം സ്ത്രീകളുടെ സൗന്ദര്യത്തെ ചിലപ്പോൾ എന്ത് ചെയ്യും, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ കാണാം, ഒരു സ്ത്രീ ഒരിക്കലും തൻ്റെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയുടെ സൗന്ദര്യത്തെ എന്ത് ചെയ്യരുത്, വർണ്ണിച്ച് വിവരിക്കരുത് എന്ന് പറഞ്ഞു. ഒരു സ്ത്രീ ഇരുന്നിട്ട് തൻ്റെ ഭർത്താവിന് ഇങ്ങനെ തൻ്റെ കൂട്ടുകാരിയെ പറ്റി വർണ്ണിച്ച് വിവരിച്ച് കൊടുക്കരുത് എന്ന് റസൂലുള്ള പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? കാരണം ഒരു ഫിത്ന വരാതിരിക്കാനാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ വർണ്ണിക്കലാവില്ല. ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ എന്തായിരിക്കും, ഫോട്ടോകളും വീഡിയോകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കാം അല്ലാഹു അഅലം ആധുനിക കാലഘട്ടത്തിലെ ചില മുഫസ്സിറുകൾ അതിനെങ്ങനെ ആ രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുന്ന ഗവേഷണങ്ങൾ കാണാമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്ന് കരുതി ചിലപ്പോൾ മുസ്ലിം സ്ത്രീകളായിരിക്കും പ്രശ്നം, ചിലപ്പോൾ മുസ്ലിം സ്ത്രീകളാവില്ല പ്രശ്നം, ചിലപ്പോൾ പ്രശ്നമുള്ളത് ആരായിരിക്കും, മുസ്ലിം സ്ത്രീകളായിരിക്കും. നിങ്ങൾ ആലോചിക്കുക, പല പ്രശ്നങ്ങൾ നമ്മുടെ നാടുകളിൽ പ്രത്യേകിച്ച് പ്രസവവുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ വേണ്ടി വരുന്ന സ്ത്രീകളിൽ നിന്നും മറ്റൊക്കെ പല പ്രശ്നങ്ങളും സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ജാഗ്രതയിലായിരിക്കണമെന്നർത്ഥം. പെണ്ണുങ്ങളാണെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യേണ്ടതില്ല, എല്ലാം തുറന്നിട്ട് എല്ലാം ഇതാകുന്ന രീതിയിൽ, നേരെ മറിച്ച് ഒരു മറ അവർക്ക് സ്വീകരിക്കാം. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയപ്പോൾ ആ നിയമത്തെ റബ്ബ് ഇവിടെ ഓർമ്മിപ്പിക്കണം. നമ്മൾ വീണ്ടും സൂറത്ത് അഹ്സാബിലേക്ക് കടന്നു വരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്താണ് നിസാഇഹിന്ന, നിസാ വലാ നിസാഇഹിന്ന, അവൾമാരുടെ സ്ത്രീകളിലും മേലും അവർക്ക് എന്ത് ചെയ്യേണ്ടത്, ഹിജാബ് സ്വീകരിക്കേണ്ടതില്ല. വലാ മാ മലക്കത്ത് ഐമാനുഹുൻ, അടുത്ത അവസാനത്തെ ഒരു വിഭാഗമാണ് മലക്കത്ത് ഐമാനുഹുൻ, അവരുടെ വലത് കൈകൾ ഉടമപ്പെടുത്തിയ ആളുകൾ, അടിമകൾ. ചിലപ്പോൾ നബി പത്നിമാർക്ക് അതല്ലെങ്കിൽ ചില വിശ്വാസിനികൾക്ക് അടിമകളായിട്ട് ആരെങ്കിലും ഉണ്ടാവും. ആ അടിമകളുടെ അടുത്ത് എന്ത് വേണ്ട, ഇപ്പോൾ ഇസ്ലാമിക കാലഘട്ടത്തിൽ അടിമകളെ നിർത്തലാക്കുന്നത് ഘട്ടം ഘട്ടമായിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അടിമണ്ടായിരുന്നു, മറ്റ് സഹാബത്തിനൊക്കെ അടിമണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അരികിൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണ് യജമാനം ചെയ്യാൻ ഒരു അടിമ ഉണ്ടെങ്കിൽ ആ അടിമൻ്റെ അടുത്ത് എന്ത് വേണ്ട, ഹിജാബ് വേണ്ട എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പറയാൻ. ഇനി എന്നിട്ട് റബ്ബ് അപ്പോൾ ഒരു ഏകദേശം 2 ഭാഗങ്ങൾ അവിടെ കഴിഞ്ഞു. ഇനി ഇവിടെ പറയാം വത്തഖീനല്ലാ, മൂന്നാമത്തെ ഒരു ഭാഗമാണ് വത്തഖീനല്ലാ, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം. ഇത്തഖി, ശരിക്കും ഇത്തഖ യത്തഖീന, ഇത്തഖി നീ ഒരുവൻ സൂക്ഷിക്കുക, ഇത്തഖീന നിങ്ങൾ ഒരു സ്ത്രീ സമൂഹമായതുകൊണ്ടാണ് നിങ്ങൾ സ്ത്രീകൾ എന്ത് ചെയ്യണം, ഇത്തഖി ഇത്തഖിയ ഇത്തഖീന എന്നാണ്. ഇത്തഖി ഇത്തഖിയ ഇത്തഖി, നിങ്ങൾ സ്ത്രീ സമൂഹം സൂക്ഷിക്കണം. ആരെ? അള്ളാഹ്. നമ്മളോട് പറയല എന്താ, ഇത്തഖുല്ലാ എന്നറിയാം. എന്താ ഇത്തഖുല്ല ഇത്തഖീനല്ലേയും വ്യത്യാസം? ഇത്തഖി ഇത്തഖിയ ഇത്തഖു, ഇത്തഖി ഇത്തഖില്ല നീ അള്ളാഹിനെ സൂക്ഷിക്കുക, ഇത്തഖില്ല അള്ളാഹിനെ സൂക്ഷിക്കുന്നു പറയും. ഇത്തഖിയ നിങ്ങൾ 2 പേര് അള്ളാഹിനെ സൂക്ഷിക്കുക, ഇത്തഖു ലത്തഖുല്ലാ ഹഖ്ക തുഖാതി നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നാണ്. ഇത് സ്ത്രീകളായതുകൊണ്ടാണ് ഇത്തഖീന എന്ന് പറഞ്ഞത്. ഇത്തഖി ഇത്തഖിയ ഇത്തഖീന, നിങ്ങൾ 2 പേരും അള്ളാഹുവിനെ, നിങ്ങൾ 3-ലധികം സ്ത്രീകൾ, നിങ്ങളെല്ലാ സ്ത്രീകളും അള്ളാഹുവിനെ സൂക്ഷിക്കണം, പടച്ച റബ്ബിനെ സൂക്ഷിക്കണം കേട്ടോ, രഹസ്യത്തിലും പരസ്യത്തിലും. ഇതിപ്പോൾ വേറെ ആരും വന്ന് നോന്തി നോക്കൊന്നുമില്ല, പക്ഷെ അള്ളാഹിനെ സൂക്ഷിക്കണം എന്ന് പറയാൻ. ഇന്നല്ലാഹ കാന അലാ കുല്ലി ഷൈഇൻ ഷഹീദ, തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യത്തിനും ഷഹീദാണ്, സാക്ഷിയാണ്. ഏതു നേരം പടച്ച റബ്ബ് സാക്ഷിയാണ് നമ്മളെ അമലിന്. റബ്ബ് കാണുന്നുണ്ട്. ആ ഒരു ബോധം, ആ ഒരു വിചാരം നമ്മുടെ മനസ്സിലുണ്ടാവാൻ റബ്ബ് ഇന്നല്ലാഹ കാന അലാ കുല്ലി ഷൈ, ഇവിടെ ഈ വിഷയത്തിൽ മാത്രമല്ല, വസ്ത്രധാരണയുടെയും ഹിജാബിൻ്റെയും വിഷയത്തിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ അഖില നിഖില മേഖലകളിൽ അള്ളാഹു നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്. അള്ളാഹു ഷഹീദാൻ, പടച്ച റബ്ബ് അറിയുന്നുണ്ട് എന്നൊരു ബോധം ഉണ്ടാണെന്ന്. അള്ളാഹു ആ ഒരു ബോധം നിലനിർത്തി തരട്ടെ. ഇനി നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരായത്താണ് നമ്മൾ അവസാനിപ്പിക്കണം. ഇന്ന് ഓതിയത് ആ ഒരായത്ത്, 2 ആയത്ത് ഓതിയിട്ടുള്ളൂ. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി, എല്ലാ വെള്ളിയാഴ്ച ദിവസവും മിമ്പറിൽ നമ്മൾ കേൾക്കും. അതല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ച ദിവസം എവിടുന്നെങ്കിലും ഈ ഒരു ആയത്ത് കേൾക്കാതെ നമ്മൾ പോവാറില്ല. ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു, വ മലായികതഹു അള്ളാഹുവിൻ്റെ മലക്കുകളും, യുസല്ലൂന അവർ സ്വലാത്ത് ചൊല്ലുന്നു, യുസല്ലൂന അവർ സ്വലാത്ത് ചൊല്ലുന്നു. അള്ളാഹും അള്ളാഹുവിൻ്റെ മലക്കളും സ്വലാത്തില്ല എന്ന് പറഞ്ഞാൽ എന്താ? ആരുടെ മേൽ? അലൻ നബി, നബി സല്ലല്ലാഹു അലൈഹി. ഈ സൂറത്തിൻ്റെ ഒരു പ്രത്യേകത, അഹ്സാബ് എന്ന് പറഞ്ഞ സൂറത്ത് നമ്മൾ തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ വായിച്ചു പോയൊരു വാക്കാണ് അൻ നബി.
നബി, പ്രവാചകൻ എന്ന വാക്ക്. ഈ സൂറത്ത് ശരിക്കും നബിക്ക് പ്രത്യേകമായി അവതരിച്ചതുപോലുള്ള സൂറത്തുകളായിട്ട് തോന്നും. നബി കുടുംബത്തെ സംബന്ധിച്ച്, നബിയുടെ മക്കളെ സംബന്ധിച്ച്, നബിയുടെ പത്നിമാരെ സംബന്ധിച്ച്, നബിയെ സംബന്ധിച്ച്, നബിയുടെ ഉമ്മത്തിനെ സംബന്ധിച്ച് എന്തോരം സംസാരങ്ങളാണ് നബിയെ പറ്റി പറയണത്. നബി എന്ന വാക്ക്, യാ അയ്യുഹൻ നബി എന്ന് പറഞ്ഞ വാക്ക് തന്നെ കുറേ ഉണ്ട് ഇതിൽ, ഈ സൂറത്തിൽ. ഇവിടെ റബ്ബ് നബിയുടെ മേൽ അള്ളാഹും അള്ളാഹിൻ്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നു. അള്ളാഹിൻ്റെ സ്വലാത്ത് എങ്ങനെയാണ്? ഇതേ സൂറത്തിൽ തന്നെ ഇതിൻ്റെ 41-ാമത്തെ ആയത്തിൽ ആ സംഭവം നമ്മൾ ഒരിക്കൽ വിശദീകരിച്ചതാണ്. വളരെ ചുരുക്കി പറയാം, അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു അനുഗ്രഹം ചെയ്യുന്നു. അനുഗ്രഹം നടത്തുന്നുണ്ട്, അഭിവാദ്യം നടത്തുന്നുണ്ട്, പ്രാർത്ഥന നടത്തുന്നുണ്ട്. അള്ളാഹു നബിയുടെ മേൽ അനുഗ്രഹം ചെയ്യുന്നു. ഇനി മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇസ്തിഗ്ഫാറാൻ. മലക്കുകൾ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു എന്നർത്ഥമുണ്ട്, മഗ്ഫിറത്തിനെ ചോദിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി അള്ളാഹിനോട് മലക്കുകൾ എന്ത് ചെയ്യുന്നു? റബ്ബേർ, അള്ളാഹുവിൻ്റെ റസൂലിന് മഗ്ഫിറത്ത് കൊടുക്കണേ, അള്ളാഹുവെ റഹ്മത്ത് ശരിയണേ. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്താണ് സ്വലാത്ത്, മലക്കുകളുടെ ദുആയാണ് സ്വലാത്ത്. ഇനി യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, നമ്മളോടാണ്, നമ്മുടെ മേലും ബാധ്യതൻ. മുഅ്മിനീങ്ങളെ സ്വല്ലു അലൈഹി, നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലാം. നമ്മുടെ നബിയുടെ അവകാശമാണത്, നമ്മളെ കൊണ്ട് ചൊല്ലിക്കണം. അല്ല ചൊല്ലണേ, സ്വല്ലു. എന്താ സ്വല്ലു? നിങ്ങൾ സ്വലാത്ത് ചെല്ലണം എന്നാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എൻ്റെ പേര് കേട്ടിട്ടും സ്വലാത്ത് ചെല്ലാത്തവൻ അറുപ്പിശിക്കനാണെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിൻ്റെ പേര് കേട്ടിട്ടും സ്വലാത്ത് ചെല്ലാത്തവൻ അറുപ്പിശിക്കനാൻ. സ്വലാത്ത് ചെല്ലിയ വേറൊരു കൂലിയും കൂടി അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാർ. നമുക്ക് നബിനെ അടുത്ത് കിട്ടാൻ ആഗ്രഹമല്ലേ? ഇന്നത്തെ സെലിബ്രിറ്റികളൊക്കെ ഇങ്ങനെ വരുമ്പോൾ അടുത്ത് നിൽക്കാനാണ് കുട്ടികളെന്ത് ചെയ്യുക, തിക്കും തിരക്കും കൂട്ടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്ത് നിൽക്കാൻ ആഗ്രഹമുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂൽ പറയാൻ, ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നവർ അക്സറുഹും അലയ്യ സ്വലാത്തി, എൻ്റെ മേലെ ഏറ്റവും കൂടുതൽ സ്വലാത്ത്, കുറേ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേ ഇരിക്കുന്നതാണ്. അവർ സ്വഹാബി വന്നിട്ട് റസൂലുള്ളാഹിനെ വിളിച്ചു, റസൂലേ, അങ്ങയോട് സലാം പറയാൻ ഞങ്ങൾക്കറിയാം. നഅരിഫു കൈഫ നുസല്ലിമു അലൈക് ലക്കിൻ കൈഫ നുസല്ലി അലൈക്, നബിയെ സലാം പറയാൻ ഞങ്ങൾക്കറിയാം, പക്ഷെ എങ്ങനെ സ്വലാത്തല്ലാണ്ടത്? റസൂൽ പഠിപ്പിച്ചു കൊടുക്കാൻ, കുൽ, നീ പറയണം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ അലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ അലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ അലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ അലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ഇതാണ് ഇബ്രാഹിമിയ സ്വലാത്തിലെ. ഈ സ്വലാത്ത് പറയാൻ വേണ്ടി റസൂൽ പഠിപ്പിച്ചു കൊടുത്തു. ഇനി നബിൻ്റെ പേര് കേട്ട് കഴിഞ്ഞാൽ മുഹമ്മദ് എന്ന പേരിടെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ പഠിപ്പിച്ചു. റസൂൽ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീന മുഹമ്മദ്. ഇങ്ങനെ ചില പ്രത്യേക രീതികൾ, സ്വലാത്തിൻ്റെ ചില പ്രത്യേക ടേമുകൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വഹീഹായ ഹദീസുകളിലൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ പഠിച്ചെടുത്തിട്ട് അറ്റ്ലീസ്റ്റ് ചുരുങ്ങിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയൽ നബിയുടെ മേലുള്ള സ്വലാത്താണ്. അത് വർദ്ധിപ്പിക്കണം എന്ന്. വെള്ളിയാഴ്ച ദിവസം എൻ്റെ മേൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചെല്ലണം എന്നാണ് പറഞ്ഞത്. സ്വലാത്തിനെ അധികരിപ്പിക്കണം വെള്ളിയാഴ്ച ദിവസം എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. നമ്മൾ അവസാനിപ്പിക്കാൻ, അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ആ നബിയുടെ മേൽ സ്വലാത്ത്. കാരണം നബി ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ സുജൂദ് ചെയ്തത്, നബി ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ മുസ്ലിമായത്, നബി ഉണ്ടായതുകൊണ്ടാണ് അള്ളാഹു നമുക്ക് സ്വർഗവും നൽകുന്നത്. അള്ളാഹു സ്വർഗം നൽകട്ടെ. വസല്ലിമു, സലാമുൻ ചൊല്ലുക, അല്ലേ? സലാമുൻ ചൊല്ലുക, തസ്ലീമ, നല്ലൊരു സലാമിൻ്റെ വാക്കുകൾ നബിക്ക് വേണ്ടി ചൊല്ലുക. സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ സല്ലം? സലാം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സമാധാനം, സുരക്ഷ എന്നൊക്കെയാണ്, അല്ലേ? അള്ളാഹുവേ, അള്ളാഹിൻ്റെ ഞങ്ങളെ നബിക്ക് നീ സലാമും വർദ്ധിപ്പിക്കണേ വർഷിപ്പിക്കണേ എന്ന് പറയുമ്പോൾ സുരക്ഷിതത്വം കൊടുക്കണേ, സമാധാനം കൊടുക്കണേ, നബിക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ, നബിക്ക് റഹ്മത്ത് ചെയ്യണേ എന്ന് വിശ്വാസികൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഇനി ആലോചിച്ച് നോക്കി, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മലക്കുകൾ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ആമീൻ പറയുന്നു. വലക മിസ്ലക്, നിനക്കും അതേപോലെ എന്നാണ്. നബിക്ക് എന്തൊക്കെ അനുഗ്രഹം കിട്ടുന്നുണ്ടോ ആ അനുഗ്രഹത്തിനൊക്കെ നമ്മളും പാത്രമാണ്. അതാണ് അതിൻ്റെ രസം. നമ്മളിങ്ങനെ ചെല്ലും തോറും നബി സ്വാർത്ഥനല്ല, നമ്മളെത്ര ഒരു സ്വാർത്ഥന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി എത്ര ഹൃദയവിശാലുള്ള ആളാണെന്നറിയാം. നബിക്ക് എന്ത് കിട്ടിയാലും അത് ഉമ്മത്തിനും കിട്ടുന്നതാണ്, ഉറപ്പല്ലേ? ഇപ്പം നമ്മളെ ഉപ്പാക്ക് എന്തെങ്കിലും അനുഗ്രഹം ഉണ്ടായാൽ അത് മക്കളായ നമ്മൾ അനുഭവിക്കൂലേ? നമ്മളെ ഉമ്മാക്ക് എന്തെങ്കിലും സുഖങ്ങളുണ്ടായാൽ അത് മക്കളായ നമുക്ക് അവർ പകുത്തു തരൂലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അള്ളാഹ് റഹ്മത്ത് ചൊരിയണേ എന്ന് പറയുമ്പോൾ ആ റഹ്മത്ത് ആർക്കും കിട്ടും? അത് നമുക്കും കിട്ടും, അത് ഉറപ്പാണ്. അത് നമ്മുടെ മേലും യാഥാർത്ഥ്യമാണെന്ന്. അത് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ്. നമ്മൾ കൊടുക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭ്യമാകുന്നതാണ്. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സലാത്തുകൾ അള്ളാഹു സ്വീകരിക്കട്ടെ, നമ്മുടെ സലാമുകൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഖൈറും ബർക്കത്തും അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ പോരായ്മകൾ, തിന്മകൾ അള്ളാഹു വിട്ട് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ജീവിതത്തിൽ എന്ത് നന്മകൾ ചെയ്താലും അതിന് നന്മയല്ലാതെ തിരിച്ചു കിട്ടൂല. ആരെ നമ്മൾ സഹായിച്ചാലും നമ്മളെ സഹായിക്കുന്നത് അയാളല്ല, നമ്മളെ സഹായിക്കുന്നത് നമ്മളെയാണ്.
നമ്മളൊരാൾക്ക് ചാരിറ്റി ചെയ്താൽ ചാരിറ്റി ചെയ്യുന്നത് നമുക്കാണ്. നമ്മൾ ഈ യതീം കുട്ടികളെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഏറ്റെടുക്കുന്നത് നമ്മളെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങൾ അത് ഏറ്റവും നല്ല നന്മ 10 മടങ്ങ് നന്മകളായി തിരിച്ചു നൽകട്ടെ. അള്ളാഹു നല്ല പ്രതിഫലം നൽകട്ടെ. നല്ല സുഖവും നല്ല സുഖാനുഭൂതികളും അള്ളാഹു സ്വർഗ്ഗത്തിൽ നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നൽകട്ടെ. അള്ളാഹുവെ സ്വർഗ്ഗം നൽകണേ. അള്ളാഹു ആ സ്വർഗ്ഗത്തിൽ നബിയോടൊപ്പം കഴിയുന്ന, അമ്പിയാക്കളോടൊപ്പം കഴിയുന്ന, സ്വാലിഹീങ്ങളോടും ശുഹദാക്കളോടൊപ്പം കഴിയുന്ന ഏറ്റവും നല്ല സുഖവാസം റബ്ബേ നീ ഞങ്ങൾക്ക് നൽകണേ. ഞങ്ങളുടെ ജീവിതത്തിലെ പോരായ്മകൾ റബ്ബേ നീ പരിഹരിക്കണേ. തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറച്ച് മാപ്പാക്കി തരണേ. അറിഞ്ഞറിയാതൊക്കെ കുറേ ജീവിതത്തിൽ വന്നു പോകുന്നു. അള്ളാഹുവേ നീ ഞങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകണേ. നീ ഞങ്ങൾക്ക് റഹ്മത്ത് ചൊരിയണേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് കൊടുക്കണേ. അള്ളാഹുവെ ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണം. കുറേ പേര് അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലാസ്സിലൊക്കെ പങ്കെടുത്തിരുന്നൊരു സഹോദരൻ പെട്ടെന്ന് അസുഖം, ജലീൽ സാഹിബിനെ ഇവിടെ അടുത്ത് തന്നെ ജോലി ചെയ്യുന്നതാണ്, വളരെ പെട്ടെന്ന് ഒരസുഖം വന്ന് നാട്ടിലേക്ക് പോയി. അള്ളാഹു അവർക്ക് സമാധാനം കൊടുക്കട്ടെ, അവർക്ക് ശിഫ കൊടുക്കട്ടെ. അല്ലെ, മോശപ്പെട്ട അസുഖങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സാമ്പത്തികമായ ഞെരുക്കങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് എല്ലാവിധ സഹായവും നൽകട്ടെ. ശാരീരികമായ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ തൊഴിൽ അള്ളാഹു എളുപ്പാക്കട്ടെ. സമ്പത്ത് ഹൈറും ബർക്കത്തും അള്ളാഹു നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ ഞങ്ങളുടെ മക്കളെ കാക്കണേ, ഞങ്ങളുടെ ഇണകളെ കാക്കണേ, ഞങ്ങളുടെ കുടുംബത്തെ കാക്കണേ. അള്ളാഹു അൻതൽ ഖലീഫത്തു ഫി അഹ്ലിന. അല്ലെ, അള്ളാഹു നീയാണ് ഞങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ വീട്ടിലുള്ളത്. അള്ളാഹുവെ ഞങ്ങളെ മുഴുവൻ നീ കാത്തിരക്ഷിക്കണേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.